മലപ്പുറത്തെ നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന സ്രവ പരിശോധനാ ഫലങ്ങൾ നെഗറ്റീവ് ആകുന്നത് ജില്ലയ്ക്ക് ആശ്വാസമാകുന്നു. ഇതുവരെ അയച്ച ആകെ 66 സാമ്പിളുകളും നെഗറ്റീവ് ആയതോടെ ജില്ലയിൽ നിന്നും നിപ്പ ആശങ്ക ഒഴിയുകയാണ്. ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ഏകോപനമാണ് മലപ്പുറത്തിന് ആശ്വാസത്തിന്റെ പ്രതീക്ഷ നൽകുന്നത്. മലപ്പുറം പാണ്ടിക്കാട് 14-കാരനാണ് നിപ്പ ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത്. ഇതോടെ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് അരയും തലയും മുറുക്കി രംഗത്തെത്തി. രോഗം ബാധിച്ച കുട്ടിയുടെ വീടും സ്കൂൾ കേന്ദ്രീകരിച്ച് പാണ്ടിക്കാടും ആനക്കയത്തും ശുദ്ധകാലടി സ്ഥാനത്തിൽ നടത്തിയ പ്രതിരോധവും ബോധവൽക്കരണവും ഫലം കണ്ടാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. നിലവിൽ സമ്പർക്ക പട്ടികയുള്ളവരുടെ എണ്ണം 472 ഇതിൽ 220 പേരാണ് ഹൈറിസ്ക് വിഭാഗത്തിലുള്ളത്. പാണ്ടിക്കാട് ആനക്കയം ഗ്രാമപഞ്ചായത്തുകളിൽ പനി സർവേയുടെ ഭാഗമായുള്ള ഭവന സന്ദർശനവും പൂർത്തീകരിച്ചു കഴിഞ്ഞു. ആനക്കയത്ത് 1303 വീടുകളിലും പാണ്ടിക്കാട് 174 വീടുകളിലുമായി ആകെ 1477 വീടുകളിലാണ് പനി സർവേ നടത്തിയത്. ഇതിൽ പാണ്ടിക്കാട് 23 പനിക്കേസുകളും ആനക്കയത്ത് 22 പനിക്കേസുകളും റിപ്പോർട്ട് ചെയ്തു. ഇവരാരും പ്രാഥമിക സമ്പർക്ക പട്ടികയിൽ ഉള്ളവരല്ല. ആകെ 27,908 വീടുകളാണ് ഇതുവരെ സർവേ നടത്തിയത്. 227 പേർക്ക് മാനസിക പിന്തുണയായി കൌൺസിലിംഗും നൽകി. പുതുതായി ആരെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് ആശ്വാസമേകുന്ന വിവരം. 2 പേരും പുതുതായി അഡ്മിറ്റായവരിൽ ഒരാൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലും ഒരാൾ മഞ്ചേരിയിലുമാണ്. ആകെ 8 പേരാണിപ്പോൾ മഞ്ചേരി, കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ അഡ്മിറ്റായി ചികിത്സ തുടരുന്നത്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ വൈകിട്ട് ചേർന്ന നിപ്പ അവലോകന യോഗത്തിൽ മന്ത്രി ഓൺലൈനായാണ് പങ്കെടുത്തത്. ജില്ലാ കളക്ടർ VR വിനോദ്, ജില്ലാ പോലീസ് മേധാവി S ശശിധരൻ, ആരോഗ്യവകുപ്പ് ഡയറക്ടർ ഡോക്ടർ KJ റീന, ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക തുടങ്ങിയവരും പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക് മലബാർ ടൈംസ്.